പ്രിയമുള്ള എല്ലാവർക്കും യൂണിവേഴ്സ് ലൈറ്റിന്റെ മാനുഷിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ചാനൽ പറഞ്ഞു തരുന്നത് ശാരീരിക സൗന്ദര്യം, മുഖ സൗന്ദര്യം എന്നിവ നിങ്ങൾക്ക് നൽകുന്ന അതീവ ശക്തിയേറിയ 2 മന്ത്രങ്ങളാണ്. പുരാതന കാലം മുതൽ രാജകുമാരിമാർ അവരുടെ തോഴിമാർ പ്രകൃതിയിൽ നിന്ന് തന്നെ ഔഷധങ്ങൾ കണ്ട് എത്തി ശാരീരിക സൗന്ദര്യത്തിന് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സൗന്ദര്യം കൃത്രിമ രാസവസ്തുക്കൾ തേച്ചു മിനുക്കിയതായി നമുക്ക് തോന്നുകയില്ല. ആ കാലത്തും അതിനു മുൻപും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ സൗന്ദര്യമന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ മന്ത്രജപങ്ങൾ കൊണ്ട് വളരെ വേഗം ശാരീരിക സൗന്ദര്യം ലഭിച്ചിരുന്നു. സൗന്ദര്യത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വേണ്ടിയുള്ള മന്ത്രങ്ങളുടെ ഉപയോഗം പുരാതന ആയുർവേദ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയതാണ്. ചില ആചാരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. നിർദ്ദിഷ്ട സൗന്ദര്യ മന്ത്രങ്ങളുടെ ഉപയോഗത്തിനുള്ള കൃത്യമായ സമയപരിധി വ്യത്യാസപ്പെടാമെങ്കിലും സൗന്ദര്യവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള ആയുർവേദ തത്വങ്ങളും രീതികളും കുറഞ്ഞത് 5000 വർഷമായി ഉപയോഗത്തിലുണ്ട്. ഇന്ന് ആദ്യം പറയുന്നത് മുഖത്തെയും ശരീരത്തെയും ആകർഷകവും മനോഹരവും തിളക്കമുള്ളതുമാക്കാൻ സഹായിക്കുന്ന വളരെ മനോഹരമായ ഒരു മന്ത്രമാണിത്. ഓം ലം വം ലാവണ്യ നമ. ഈ മന്ത്രം സ്ക്രീനിൽ കാണുവാൻ കഴിയും. 51 തവണയോ അതിൽ കൂടുതലോ ജപിക്കാം. നമ്മുടെ മുഖത്ത് ഓജസ്ശക്തി ഉണ്ടെങ്കിൽ മുഖം മനോഹരവും സുന്ദരവുമായി കാണപ്പെടുന്നു. മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ സ്വിച്ച് മന്ത്രം നിങ്ങളെ സഹായിക്കും. ഈ മന്ത്രം സംസ്കൃതത്തിലുള്ള ഒരു മന്ത്രമാണ്. ഹിന്ദുമതത്തിലും അനുബന്ധ പാരമ്പര്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണിത്. ദിവ്യത്വത്തിന്റെ സൗന്ദര്യവും കൃപയും ആവാഹിക്കുന്നതോടൊപ്പം റൂട്ട് സാക്രൽ ചക്രങ്ങളുടെ ഊർജ്ജവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു സ്രോതസ് അനുസരിച്ച് ചക്രങ്ങളുടെ ഊർജ്ജത്തെ ആവാഹിക്കാനും ദിവ്യത്വവുമായി ബന്ധപ്പെടാനും മന്ത്രം ജപിക്കാവുന്നതാണ്. ഇവിടെ ഓം പ്രപഞ്ചത്തിന്റെ ദിവ്യത്വത്തെ, പരമമായ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പവിത്രമായ അക്ഷരം. പല ആത്മീയ ആചാരങ്ങളിലും ഇത് ഒരു അടിസ്ഥാന മന്ത്രമായി കണക്കാക്കപ്പെടുന്നു. ലം എന്നാൽ 7 ചക്രങ്ങളിൽ ആദ്യത്തേതായ മൂലാധാര ചക്രത്തിനായുള്ള ബീജമന്ത്രം. മൂലാധാര ചക്രം അടിസ്ഥാനം, സ്ഥിരത, അതിജീവനത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വം എന്നാൽ അടിവയറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്വാധിഷ്ഠാന ചക്രത്തിനായുള്ള ബീജമന്ത്രം. ഈ ചക്രം സർഗാത്മകത, വികാരങ്ങൾ, വ്യക്തിപരമായ ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാവണ്യ എന്നാൽ സംസ്കൃതത്തിൽ ഈ വാക്കിന്റെ അർത്ഥം മനോഹരം എന്നാണ്. ഇത് ദൈവികതയുടെ ഒരു പേരോ ഗുണമോ ആണ്. നമ എന്നാൽ സംസ്കൃതത്തിൽ ഈ വാക്കിന്റെ അർത്ഥം വന്ദനം എന്നാണ്. ഇത് ആദരവുള്ള ഒരു അംഗീകാരമോ വഴിപാടോ ആണ്. പ്രിയമുള്ളവരെ, ഇതൊരു സ്വിച്ച് മന്ത്രമാണ്. ചുരുക്കത്തിൽ ഈ മന്ത്രം ചക്രത്തെ സജീവമാക്കുന്നതിനും ശാരീരിക സൗന്ദര്യം നേടിത്തരുവാനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മെച്ചപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വൈകാരിക സന്തുലിതാവസ്ഥയ്ക്കും മെച്ചപ്പെട്ട ആത്മീയ ബന്ധത്തിനും ശക്തമായ ഒരു ഉപകരണം പ്രദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് മലയാളം തർജ്ജിമ മനസ്സിലാകുന്നില്ല എങ്കിൽ മറ്റു ഭാഷകളിൽ വായിച്ചു അറിഞ്ഞു ജപിക്കുക. പ്രിയമുള്ളവരെ, അടുത്തതായി പറയുന്നതും ശാരീരിക സൗന്ദര്യം നൽകുന്ന ഒരു പ്രധാന മന്ത്രമാണ്. സൗന്ദര്യമന്ത്രം എന്നത് ശാരീരികമോ ആന്തരികമോ അല്ലെങ്കിൽ രണ്ടും ആയാലും സൗന്ദര്യം വളർത്താൻ ആവർത്തിക്കുന്ന ഒരു വാക്കോ വാക്യമോ ആണ്. ഇത് ഒരു വ്യക്തിപരമായ സ്ഥിരീകരണമോ ആത്മീയ മന്ത്രമോ ആകാം. പോസിറ്റീവ് ആത്മാഭിമാനം, ആത്മവിശ്വാസം, ആകർഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സൗന്ദര്യ മന്ത്രത്തെ പരിചയപ്പെടാം. ഒരുപക്ഷെ പലർക്കും അറിയാവുന്ന മന്ത്രം ആയിരിക്കും എങ്കിലും സൗന്ദര്യം നൽകുന്ന ഒരു പ്രധാന മന്ത്രം ആയതിനാൽ ഇതുകൂടെ ഈ ചാനലിൽ പരിചയപ്പെടുത്തുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഈ മന്ത്രം ചൊല്ലാം. ഇതിലൂടെ മുഖവശ്യം വർദ്ധിക്കും, ശരീരത്തിന് തിളക്കം ലഭിക്കും. ശ്രീ മുഖവശ്യം, ശ്രീ നേത്ര ജനവശ്യം എന്ന മന്ത്രം 21 തവണ ചൊല്ലാം. ഇതിനായി മുഖം നോക്കുന്ന ഒരു പുതിയ കണ്ണാടി വാങ്ങുക. കണ്ണാടിയിൽ നിങ്ങളുടെ നെറ്റിയിലേക്ക് നോക്കി ഇത് ചൊല്ലാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ജപിച്ചാൽ കൂടുതൽ നല്ലത്. മുഖം കഴുകണമെന്നോ കുളിക്കണമെന്നോ ഇല്ല. ഇത് 41 ദിവസം ജപിക്കുക.
പുതിയ കണ്ണാടി വാങ്ങുവാൻ പറഞ്ഞത് മറ്റൊരാൾ ഉപയോഗിക്കാത്ത ഒരു കണ്ണാടി ആണ് കൂടുതൽ നല്ലത്. ഈ കണ്ണാടി പിന്നീട് വൃത്തിയായി സൂക്ഷിച്ചു വച്ചേക്കുക. ഈ കണ്ണാടി 41 ദിവസം കഴിഞ്ഞാലും നിങ്ങൾ മാത്രം ഉപയോഗിക്കുക. മറ്റാർക്കും ഇത് ഉപയോഗിക്കാൻ നൽകരുത്. മറ്റാരും അറിയാതെ ആണ് ഇത് ജപിക്കേണ്ടത്. കണ്ണാടി മറ്റൊരാൾ കണ്ടാലും അത് അവർക്ക് ഉപയോഗിക്കുവാൻ നൽകരുത്. ഒരാൾ ഈ കണ്ണാടി ഉപയോഗിച്ചാൽ വീണ്ടും ആദ്യം മുതൽ ജപിച്ചു തുടങ്ങണം. അടുത്തതായി ഈ മന്ത്രം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മന്ത്രം ജപിക്കുന്ന സമയത്ത് ശരീരം നേരിട്ട് ഭൂമിയുമായി നേരിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും സാധനങ്ങൾ തറയിൽ വിരിച്ചു അതിനു മുകളിൽ ഇരുന്ന് ജപിക്കുക. ശാന്തമായതും വൃത്തിയായതുമായ ഒരു സ്ഥലത്തിരുന്നു ജപിക്കുക. മറ്റുള്ളവർക്ക് ആദ്യനോട്ടത്തിൽ തന്നെ നമ്മോട് ആകർഷണം തോന്നണമെങ്കിൽ നമ്മളിലെ ശാരീരിക സൗന്ദര്യം വളരെ പ്രധാനമാണ്. വിവാഹം ആലോചിക്കുന്ന ഒരാൾക്ക് അവർ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനും അവരുടെ ബന്ധുക്കൾക്കും ഒറ്റനോട്ടത്തിൽ ആകർഷണം തോന്നുവാൻ ഈ മന്ത്രം പതിവായി ജപിക്കുക. ഞാൻ പറഞ്ഞത് അറേഞ്ച് മാര്യേജ് കഴിക്കുന്നവരുടെ കാര്യമാണ്. പ്രണയം മനസ്സിൽ ഉള്ളവർക്കു ശാരീരിക സൗന്ദര്യം എന്ന വിഷയം ഒരു പക്ഷെ കൂടുതൽ ബാധിക്കുകയില്ല. കാരണം ബന്ധുക്കൾ എത്ര എതിർത്താലും പ്രണയിച്ചവർ അവരുടെ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാണാം. പക്ഷേ ആദ്യമായി പ്രണയിക്കാൻ തീരുമാനിക്കുന്നവർക്കു ശാരീരിക സൗന്ദര്യം ലഭിച്ചാൽ അവരുടെ ആഗ്രഹം ഒരുപക്ഷെ കുറച്ചു വേഗത്തിൽ നടക്കാം. ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരാൾക്ക് ശാരീരിക സൗന്ദര്യം മാത്രമല്ല മറ്റുള്ളവർ ആരായാലും സമൂഹമായാലും അവരിലേക്ക് ആകർഷിക്കപ്പെടാം. അതുപോലെ ഇന്റർവ്യൂ പോലുള്ള പല സന്ദർഭങ്ങളിലും ഉയർന്ന പദവി ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ ആകർഷിക്കപ്പെടാനും ഗുണം നൽകുന്ന ഈ 2 മന്ത്രങ്ങളും. ഇതിലൂടെ മുഖവശ്യം വർദ്ധിക്കും. താൽപ്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും ജപിക്കുക. വിശ്വാസത്തോടെ ജപിക്കുക. മനസ്സിലാക്കുക, ജപിക്കുക, നേടുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഗുണകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത്.